ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പാർട്ട് 3 ആണ് നമ്മുടെ ടൂറിന്. ബട്ട് ഗൈസ് നമ്മുടെ പാർട്ട് 2 വളരെ സങ്കടമായി ഗൈസ്. പാർട്ട് 2 മൊബൈൽ ഹാങ് ആയിട്ട് പോയി ഗൈസ്. നമ്മൾ പാർട്ട് 2ന് കുറേ റിക്കവറി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. പാർട്ട് 2 കിട്ടുകയാണെങ്കിൽ നമ്മൾ പാർട്ട് 2 ഇടുന്നതാണ് ഗൈസ്. നമ്മളങ്ങനെ മംഗല ഡാമത്തെ ഫുൾ വീഡിയോ പോയിട്ടോ, കുറച്ചേ ഉള്ളൂ ബാക്കി. അത് കാരണം കുറച്ച് പാട്ടുകളാണ് കേട്ടോ ഗൈസ്. അവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. എന്നാലും ഗൈസ് നമുക്കത് പറ്റിയില്ല. ഏകദേശം അരമണിക്കൂർ 30 മിനിറ്റിൻ്റെ വീഡിയോസ് ആയിരുന്നു കേട്ടോ ഫുള്ള് പോയത് ഗൈസ്. അതായിരുന്നു എനിക്ക് നല്ല വിഷമമായി ഗൈസ്. കുറേ നേരം അവിടെ ഇരുന്ന് എടുത്തായിരുന്നു, എല്ലാം പോയി ഗൈസ്. പിന്നെ പോത്തുണ്ടി ഡാമത്തെ ഫുള്ള് എൻ്റെ നിന്ന് എടുത്ത് കിട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോത്തുണ്ടി ഡാമിൽ കയറിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കഫേരിയിൽ നിന്ന് നമ്മൾ ഐസ്ക്രീമോ ചായ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. ഞാൻ ചായ എന്ന് വിചാരിച്ചു. ചായ ഏതൊരു കടയിൽ നിന്ന് ഞാൻ കുടിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ, നല്ല ചൂടായിരിക്കും ഗൈസ്. ഞാനാണെങ്കിൽ നല്ല ആറ്റിയിട്ടേ കുടിക്കുള്ളൂ, അപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഐസ്ക്രീം തന്നെയാണ് കേട്ടോ എടുത്തത്. കൂടുതലും ഒരു ഐസ്ക്രീം തന്നെയാണ് കേട്ടോ എടുത്തത് ഗൈസ്. അപ്പോൾ ഗൈസ് അർസും ഞാനൊക്കെ ഐസ്ക്രീം എടുത്ത്. വാനില ആയിരുന്നു കേട്ടോ, കോൺ എല്ലാ ടൈപ്പും ഉണ്ട് ഏകദേശം അവിടെ. അർസു മാംഗോ ഫ്ലേവർ ആട്ടോ എടുത്തത്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല കേട്ടോ ഗൈസ്. പിന്നെ എല്ലാവരും ഓരോന്ന് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ചായ, ജ്യൂസ്, പിന്നെ റിങ്സ്, മറ്റേ മോതിരം പോലത്തെ ഒരു സാധനമല്ലേ ഗൈസ്, ഒരു എന്താ അതിനെ പറയാ, ബട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. പിന്നെ നമ്മൾ അങ്ങനെ ഡാമിൻ്റെ മുകളിൽ കയറാൻ പോവാണ് ഗൈസ്. ഇത് അത്യാവശ്യം കയറാനുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. ഞാൻ കുഴഞ്ഞില്ല, ബാക്കി കുറേ പേര് നമ്മുടെ ടീമിലുള്ളവർ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. ഇവിടെ എത്തി അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഗായ്സ്. അതൊന്നും നമ്മൾ ഇവിടെ നിന്ന് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വ്ളോഗിന് വേണ്ടി എടുത്തത് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചോ, പവറാക്കുക ഗായ്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗായ്സ് എന്നാലും ഇപ്പോഴും വളരെ ഒരു വിഷമം തന്നെയാണ് കേട്ടോ. കുറേ പോയി ഗായ്സ് പാർട്ട് 2. അപ്പോൾ നമ്മളിനി കിട്ടുകയാണെങ്കിൽ ഇടും കേട്ടോ ഗൈസ്. ഇവിടെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ഗൈസ്. നോക്ക്, നല്ല കാറ്റും ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഹൈ ആയിരുന്നു. പിന്നെ 2 ഡാമിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ ഗൈസ്. ആ ഡാമത്തെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയത് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ എല്ലാവരും ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, പിന്നെ കുറേ മലയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അർസാൻ ഗൈസ്. ഇത് നമ്മൾ ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ സിപ്പ് ലൈനും സ്കൈ സൈക്കിളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് കിട്ടിയുള്ളൂ. നമ്മൾ കുറച്ച് വൈകിട്ടോ ഇവിടെ നിന്ന് എത്താൻ. എല്ലാവരും പറഞ്ഞു കുറച്ച് നേരത്തെ എത്തണമായിരുന്നു. നേരത്തെ എത്തിയാണ് നമുക്ക് നല്ല എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഇത് നമ്മൾ 15 മിനിറ്റും കൊണ്ട് ഇതൊക്കെ തീർത്തിട്ട് അങ്ങനെ ആ സ്ഥലത്തിലോട്ടാണ് പോയത് കേട്ടോ ഗൈസ്. അതിൻ്റെയൊക്കെ ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ സിപ്പ് ലൈനും സ്കൈ സൈക്കിളും കേട്ടോ ചെയ്തത്. ഉമ്മ സിപ്പ് ലൈൻ മാത്രം, പപ്പ സ്കൈ സൈക്കിൾ മാത്രം. ഞാൻ രണ്ടും ചെയ്തു ഗൈസ്. അത്യാവശ്യം നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിപ്പ് ലൈന്. സ്കൈ സൈക്കിൾ കുറച്ച് പേടിയായിട്ടോ ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ അത് ചെറുതായി ചിരിയണ പോലെ തോന്നും. അത് അവർ വാണം വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, നമ്മളൊന്ന് പേടിപ്പിക്കാൻ. അഡ്വഞ്ചർ ഇതെല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അടിപൊളി വ്യൂ തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് അതുവരെ നടന്നു കേട്ടോ കുറേ നേരം ഗൈസ്. വ്യൂ നോക്ക്, പ്രകൃതി ഭംഗി ഗൈസ്. എന്നാലും മംഗല ഡാമിൽ നമ്മൾ മാക്സിമം ശ്രമിക്കും ഗൈസ് അതിന് റിക്കവർ ചെയ്യാൻ. അതാണ് കേട്ടോ ഗൈസ് വൈകിയത് ഈ ഒരു വീഡിയോ വരാൻ കുറച്ച്. കാരണം ഗൈസ് മംഗല ഡാമിൻ്റെ അതിനെ ഫുൾ എഡിറ്റ് ചെയ്ത് അരമണിക്കൂർ ഇരുന്ന് ഫുള്ള്, അരമണിക്കൂറല്ല, കുറേ കട്ട് ചെയ്യാനും ആഡ് ചെയ്യാനും സ്പീഡ് കൂട്ടാനും എല്ലാം ചെയ്തിട്ട് ശരിക്കും 1 മണിക്കൂറിൻ്റെ അടുത്ത് അതിന് വേണ്ടിയിട്ട് ഇരുന്നു ഗൈസ്, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ടത് പോയി ഗൈസ്. വീഡിയോ എടുക്കാൻ അതേപോലെ തന്നെ കുറേ എന്നിട്ടും പോയി ഗൈസ്. അതാണൊരു വിഷമം ഗൈസ്. ഞാൻ പറയട്ടെ, എൻ്റെ ഈ വീഡിയോസിലൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോസ് വന്നതിലൊരു ലിസ്റ്റിൽ ഒന്നായിട്ട് അത് വരുമായിരുന്നു. പോയിട്ടോ ഗൈസ്. അത് നമ്മളിവിടെ തന്നെ കുറേ നേരമൊന്നും നിന്നില്ല. 15 മിനിറ്റാണ്. ആ 15 മിനിറ്റൊന്നും ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ട് ആ 15 മിനിറ്റൊന്നും ഞാൻ ഇടുന്നില്ല ഗൈസ്, കുറച്ചേ ഇടുന്നുള്ളൂ. നിങ്ങൾ ബോറടിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗൈസ്.
ഗൈസ് നോക്ക്, ഇതാ നമ്മൾ താഴെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് ഫുൾ. നമ്മൾ കുറച്ചുകൂടെയൊക്കെ പോത്തുണ്ടി ഡാമിലോട്ട് നമ്മൾ 5:15 കേട്ടോ എത്തിയത്. 5:30 ആകുമ്പോഴേക്കും നമ്മൾ താഴോട്ട് എത്തി. അല്ലെങ്കിൽ മറ്റേത് 6:30 അടയ്ക്കും കേട്ടോ ഫുള്ള് ഗൈസ്. പോത്തുണ്ടി ഡാമിലോട്ട് ഫസ്റ്റ് അല്ലെങ്കിൽ നേരത്തെയോ വരണമായിരുന്നു. ഇവിടെ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു ഗൈസ്. എന്താ കാരണം വെച്ചാൽ ഫുൾ അത് പറഞ്ഞാൽ ആ അറ്റം മുതൽ ഈ അറ്റം വരെയും പാർക്കാണ് കേട്ടോ ഗൈസ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം ഗൈസ്. അറ്റം മുതൽ ഈ അറ്റം വരെയും പാർക്കാണ് കേട്ടോ ഗൈസ്. മംഗല ഡാമിൽ ഇതിൻ്റെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിൻ്റെ പകുതിയും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. ബട്ട് എന്തായാലും ആ ദിവസം നമ്മൾ ഫുൾ അടിച്ച് പൊളിച്ചു കേട്ടോ ഗൈസ്. നമ്മൾ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അടിച്ച് പൊളിച്ചു ഗൈസ്. ഫുള്ള് ആദ്യമായിട്ട് 2 എക്സ്പീരിയൻസും ചെയ്തു കേട്ടോ ഗൈസ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് പോത്തുണ്ടി ഡാം തന്നെയായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്തത് മംഗല ഡാമിലായിരുന്നു. അതിൻ്റെ വീഡിയോയും പോയിട്ടോ ഗൈസ്. ഇതാണ് തുടക്കം. ഇനിയും അതിൻ്റെ അപ്പുറത്തുണ്ട്. അത് നിങ്ങൾ കണ്ടല്ലോ, ഒരു വലിയ ഒരു സ്ഥലമായിട്ട് ബ്രിക്കിൻ്റെ തന്നെ ഗൈസ്. ഈ അറ്റമുല സ്കൈ സൈക്കിളും സിപ്പ് ലൈനും കഴിയണ വരെയും പാർക്കാണ് കേട്ടോ. ഇവിടെ പിന്നെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് പേരറിയില്ല ഗൈസ്. കണ്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഗൈസ്. നല്ല വലുപ്പമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ വലിയവർക്ക് വേണ്ടിയിട്ട് തന്നെ കാറിൻ്റെ റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾക്കല്ല, അത് പറഞ്ഞാൽ ടീനേജ് പ്രായം, ആ പ്രായമുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെയ്ത സ്കൈ സൈക്കിളും സിപ്പ് ലൈനും കേട്ടോ. അതിൻ്റെയൊക്കെ ക്ലിപ്പ് ഉണ്ട്, എല്ലാവരും ചെയ്തതിൻ്റെ ക്ലിപ്പ് ഉണ്ട് കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. എന്താണ് ഗൈസ്, സിപ്പ് ലൈനിന് 100 റുപ്പീസും സ്കൈ സൈക്കിളിന് 200 റുപ്പീസും ആയിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ എല്ലാവരുടെയും ഫുഡിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ, കഫേരിയ പോലെ ഗൈസ്. ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ നിന്ന് അതുവരെയാണ് കേട്ടോ ഗൈസ്. കുറച്ചും കൂടി നീളം വെക്കായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു. മറ്റേ ഇത് വെച്ചത് നന്നായിട്ടോ, കുറച്ച് കുറഞ്ഞത്. ഗൈസ് കുറേ പേര് പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ കയറിയത്. ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് വൈകിട്ടുള്ളൂ ഗൈസ്. ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അപ്പം എടുക്കുന്നുണ്ട് ഗൈസ്. ഇതിപ്പോൾ ഞാനല്ല കേട്ടോ സ്കൈ സൈക്കിളിന് പോണത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് രാത്രി ആകുമ്പോഴാണ് പോയത് ഗൈസ്. കണ്ട ഓരോരുത്തർ പോകുന്നത്. അയ്യോ ഗൈസ്, ഞാൻ പോണതിൻ്റെ 2 ക്ലിപ്പും ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമ്മൾ വന്നു നേരെ കയറാൻ പോയിട്ടോ ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ചു സിപ്പ് ലൈനിൽ തന്നെ കയറിയിട്ട് സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ വെക്കാമെന്ന്. ബട്ട് അങ്ങനെ വെച്ചാൽ 2 പ്രശ്നമുണ്ട്. ഒന്നാമത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രശ്നം ഗൈസ്, എങ്ങാനും ഫോണ് താഴേക്ക് വീണാൽ പിന്നെ ഖത്തം ഹോഗയ ഗൈസ്. പിന്നെ ആ ഫോൺ തിരിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ താഴെ അത്യാവശ്യം നല്ല റഫാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും ഓരോ റൈഡിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. ഞാൻ ഫസ്റ്റ് 3 ടിക്കറ്റ് 3 സിപ്പ് ലൈനാണ് കേട്ടോ എടുത്തത്. ലാസ്റ്റ് പപ്പ അവിടെ നിന്ന് ഒരു 100 റുപ്പീസ് എക്സ്ട്രാ കൊടുത്തിട്ട് മറ്റേ സ്കൈ സൈക്കിളോട്ടായിട്ടോ ഗൈസ്. ഞാൻ 2ഉം ചെയ്തു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പോത്തുണ്ടി ഡാമിൽ വന്നിട്ട് ഗൈസ്. ഇപ്പം എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ പോത്തുണ്ടി ഡാമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് പോത്തുണ്ടി ഡാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളെല്ലാ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഒരിക്കലും ഒരു കമൻറ്റ് പോലും മിസ് ചെയ്യുന്നതല്ല ഗൈസ്. പിന്നെ നിങ്ങൾ പോത്തുണ്ടി ഡാമിൽ വന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ള ഒരു സമ്മറി പോലെ പറഞ്ഞോട്ടോ കമൻറ്റിൽ. എനിക്ക് കമൻറ്റ് വായിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് വായിച്ചുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ കമൻറ്റുകളൊക്കെ എനിക്ക് കിട്ടാറുള്ളൂ. അത് വലുതായി വരണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നെ നമ്മൾ മംഗല ഡാമിലുള്ള കുറച്ച് പാട്ടിൻ്റെ ക്ലിപ്സ് അത് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇതെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. സിപ്പ് ലൈനും സ്കൈ സൈക്ലിങ്ങും. സിപ്പ് ലൈൻ പറഞ്ഞാൽ അവിടെ പോയി ഇറങ്ങുകയാണ്. സ്കൈ സൈക്ലിംഗ് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്താം ഗൈസ്. സിപ്പ് ലൈൻ പറഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ നടന്നു വരണം. അത് പറഞ്ഞാൽ സിപ്പ് ലൈന് താഴോ അങ്ങനെ ഒരു ഇതിലാണ്. ബട്ട് സ്കൈ സൈക്ലിങ്ങും കറക്റ്റ് പൊസിഷനാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് സിപ്പ് ലൈനാണോ സ്കൈ സൈക്കിളാണോ ഇഷ്ടം എന്നുള്ളത് പറയാം കേട്ടോ ഗൈസ്.
ഇതാ ഇപ്പം പപ്പയാണ് അവിടെ നിന്ന് പൊക്കോണ്ടിരിക്കുന്നത്. കയ്യും കാലൊക്കെ വിറച്ചിട്ട് പോകുന്നത് കേട്ടോ ഗൈസ്. പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല പേടിയാവും ഗൈസ്. ഇതാ പോകുന്നത് ഗൈസ്. കുറച്ചൊക്കെ പേടിയുണ്ട്. പപ്പ പറഞ്ഞു ലാസ്റ്റ് സിബ് ലൈനാണ് കുറച്ചും കൂടി പേടിയില്ലാത്തത്, സ്കൈ സൈക്കിളും പേടിയുണ്ടെന്ന്. ഗൈസ് നിങ്ങൾക്കിപ്പോൾ കാണുന്നില്ല, അതാണ് എൻ്റെ പപ്പ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് അവിടെ എത്താറായി ഗൈസ്. കണ്ടോ, സൂം ചെയ്ത് എടുക്കുന്നുണ്ട്. കുറച്ച് ക്ലാരിറ്റി കമ്മിയാണ് ഗൈസ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ നിന്നാണ് എടുത്തത്. സാധാരണ ഉമ്മാൻ്റെ ഫോണിൽ നിന്ന് എടുക്കുമ്പോൾ S21 ആയതുകൊണ്ട് ഗൈസ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. തിരിച്ച് വരുന്നു കേട്ടോ ഗൈസ്. കുറച്ച് പേടിയോടെ വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഗൈസ്. നോക്കിക്കോട്ടെ ഗൈസ്, നിങ്ങൾ ഫുൾ ക്ലാരിറ്റിയിലിട്ട് കാണുക ഗൈസ്. കണ്ട വരുന്ന കണ്ടോ ഗൈസ്. കുറച്ച് പേടിച്ചിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തു കേട്ടോ ഗൈസ്. ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഗൈസ്, ഇതാ ഞാനാണ് ഇനിയിപ്പോൾ സിബ് ലൈനിൽ വരാൻ പോണത് ഗൈസ്. ഇതാ ഗൈസ്. ഞാൻ 2 കൈയൊക്കെ വിട്ട് ഡാൻസ് കളിച്ചിട്ട് വരുന്നുട്ടോ. ഗൈസ്, മറ്റേ തവള എന്തായിരുന്നു, പോക്കളാച്ചി തവള പോലെ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സിബ് ലൈൻ. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഗൈസ്. ഉമ്മ വരുന്നത് വൺ കോമഡി ആയിരുന്നു കേട്ടോ ഗൈസ്. പേടിച്ച് വിറച്ച് വരുന്നു. എന്നിട്ട് പറയാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഒന്ന് എത്തിക്കഴിഞ്ഞിട്ടോ ഗൈസ്. എൻ്റെ കഴിഞ്ഞിട്ട് അടുത്തത് ഉമ്മയായിരുന്നു കേട്ടോ ഗൈസ്. ഉമ്മ ശരിക്കും നന്നായി പേടിച്ചു എന്ന് പറയുന്നില്ല, എന്നാൽ പിന്നെ നല്ല പേടി ആയിട്ടും ഉണ്ട് കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല പേടി ഉമ്മക്കായി ഗൈസ്. ഇതാ ഞാനാണ് ഇപ്പോൾ സ്കൈ സൈക്കിളിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. സ്കൈ സൈക്കിളിന് പോയി ഇനിയിപ്പോൾ തിരിച്ചു വരികയാണ് ഞാൻ. അത് ഇറിട്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഇറിട്ടായിട്ട് പോയതെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ കുറച്ച് ഇതാ വരുന്നു ഗൈസ്. ചെറുതായിട്ട് കാണുന്നുണ്ട് ഗൈസ്. ഇതാ ഞാനാണ് ഗൈസ്. അത് കുറച്ച് പേടിച്ചിട്ടൊക്കെ വരുന്നത് കേട്ടോ. എനിക്ക് വരുമ്പോൾ വലിയ പേടിയല്ല, പോയപ്പോൾ നല്ല പേടി കേട്ടോ ഗൈസ്. ഇതാ ഗൈസ് ഞാനവിടെ പോയി ലാൻഡ് ചെയ്യുന്നതാണ് ഗൈസ്. കണ്ടോ, അപ്പം എല്ലാവരും പോയി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ഇതാ ക്ലിപ്പായി അവിടുത്തെ ആകാശമേലാപ്പം അമ്പിളിയും 1000 താരകളും ആരും പാവാരുമെന്ന് ദുബായി ഒരു വിളി വന്ന് ഉമ്മയും ഞാനും കാത്തിരുന്നു. വെട്ടിയും നിറച്ചിട്ട് സന്തോഷവും പൊഴിച്ചിട്ട് കുഞ്ഞുപ്പ വരുന്നതു മോർത്തിരുന്നു. പുലരുന്ന മുമ്പേ പോണ هجل اسمك إنسانا من إصلاح شتانا അതിയായ സുന്ദരമണിതമാരരെ മുല്ലമലർ മുത്തായച്ചുള്ള പങ്കി പൊന്നാരപ്പൂ പോലെ എൻ തെന്നിൽ തങ്കി വല്ലാഹി എൻ്റെ മനസ്സും കലങ്കി പൂമനയിൽ
ഞാൻ പാടുമ്പോ ആ പാട്ടിന്റെ ഒപ്പം നിങ്ങള് രാരീരാരും രാരോ എന്ന് പറയാം. അപ്പൊ എല്ലാവരും പാട്ട് മണ്ണേ നമ്പി മരമിരിപ്പൂ രാരീരാരം രാരോ, മരത്തെ നമ്പി എലി കൊമ്പിരിപ്പൂ രാരീരാരം രാരോ, കൊമ്പേ നമ്പി ഇലയിരിപ്പൂ രാരീരാരം രാരോ, ഇലയെ നമ്പി കായിരിപ്പൂ രാരീരാരം രാരോ. നിങ്ങൾ ആരും സപ്പോർട്ട് പോരാ, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തി. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഹാസ്യമുന്നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ടനേ. അപ്പോ കഠിന പരിശ്രമത്തിലൂടെ അങ്ങനെ ഒരു ചെറുതല്ലാത്ത വിജയം നേടിയെടുത്ത് നമ്മുടെ ടീം കട്ടുമുടിക്കുവാൻ, ചോര വാറ്റിയെടുക്കുവാൻ, നീർച്ചോരയൂറ്റിയെടുക്കുവാൻ, കാടുവെട്ടി മുറിക്കുവാൻ, ഈ നാട് കട്ടുമുടിക്കുവാൻ, കപ്പലേറി അണഞ്ഞ കഴുകക്കൂട്ടമേ, കൊടിയെടുത്തു തിരിച്ചു പോവുക ഞങ്ങളുടെ ഭൂമി. ഡായിലുള്ള തവളെടുക്ക് അത് മാറിയാ കുളിക്കണോ? പാമ്പുണ്ടാവും അവിടെ, മുതലി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുതലൊന്നും ഉണ്ടാവില്ല, പാമ്പ് ചിലപ്പുണ്ടാവും. അടുത്ത് നമുക്ക് ഇതിൽ തന്നെ ഇടാം. തവളൊക്കെ അതെന്തെങ്കിലും തവള ചാദ്യം. ഇത് ശരിക്കും ഇത് വൃത്തിയാക്കിയ ഉയർന്നു പോയി കടുനിലവിണ്ണിൽ അലിഞ്ഞു പോലകളിൽ പുളയും കുരുത്തോല തെളിയുന്ന പന്തങ്ങൾ, വിളയുന്ന മേളങ്ങൾ, ഉയരുന്ന രാവുകളിൽ എങ്ങാനൊരു ഞാൽ പാട്ടുയരുന്നുവോ സഖി, എങ്ങാനൊരു ഞാൽ പാട്ടുയരുന്നുവോ, ഒന്നുമില്ലെന്നോ. കട്ടാക്കട്ടി എന്നൊരു കട്ടൂൽക്കച്ച കട്ടാര കുട്ടൂര മനോരച്ച, കട്ടാക്കട്ടി എന്നൊരു കട്ടൂൽക്കച്ച കട്ടാര കുട്ടൂര മനോരച്ച, പൊട്ടിട്ട് എണ്ണ നട നോക്കിട്ട് കളിച്ച് കാക്കിത് വരത്തില്ല പോക്കറ്റിൽ ഒഴിച്ച് കൂട്ടിട്ട് കത്തിക്കുന്ന ബാക്കിയൊരു പൊളിച്ചോണ്ടിരുന്നാലും പഠിച്ചു പൊട്ടിട്ട് നോക്കിട്ട് കളിച്ചോ, കാക്കിത് വരത്തില്ല പോക്കറ്റിൽ ഒഴിച്ച് കൂട്ടിട്ട് കത്തിക്കുന്ന ബാക്കിയൊരു പൊളിച്ചോണ്ടിരുന്നാലും തന്നെ പഠിച്ചോ. പഠിച്ചോ നീ പാഞ്ചൊലി പഠിച്ചോ, തലച്ചോറിൽ പരിപ്പും ചറയിച്ചോ, ജനിച്ചോണ്ടിരുന്നപ്പോ ചുളം അടിച്ചോ, സഹിച്ചോ നീ അനുഭവിച്ചോ, സ്വന്തമായി കണ്ണുമില്ലെങ്കിൽ അനുകരിച്ചോ, തിരിഞ്ഞു കൊണ്ടുമ്പോ തിരിയും നടത്തിയെല്ലാം എന്റെ മോർ കാണുമ്പോ ചരിപ്പണിച്ചോ. ആ